ജ്യോതിഷേ, എലഞ്ഞിത്ര മേളം കാണാനായിരിക്കുമല്ലേ? അതെ 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 അതെ, കുറെ വർഷമായിട്ട് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ് ഇവിടെ വന്ന്. ജ്യോതിഷ് IT-യിലാണ്. അതെ, ഇൻകം ടാക്സ് അഡീഷണൽ കമ്മീഷണറാണ് കൊച്ചിയില്. ആഘോഷമാണ്. പൂരത്തിൽ എന്തുട്ടാ ജ്യോതിഷിനെ പൂരത്തിൽ എന്തുട്ടാ ഏറ്റവും പിടിച്ചത്? ഏറ്റവും പിടിച്ചതെന്ന് പറയാൻ രാവിലെ തൊട്ട് ഇങ്ങനെ പഴയകാല സുഹൃത്തുക്കളുമായിട്ടുള്ളൊരു ഗൃഹാതിരത്വമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. രാവിലെ തുടങ്ങിയ പിന്നെ വെടിക്കെട്ട് വരെ നൊസ്റ്റുമാണ്. എല്ലാ കൊല്ലവും ഈ മണിക്കൂറുകൾ മുഴുവൻ പൂരത്തിന്റെയാണ്. നമുക്കൊപ്പം ശ്രീ ജ്യോതിഷിനൊപ്പം നേരത്തെ നമുക്ക് വിനീത ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒരു സംഗീത സംവിധായകനെ കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. വിനീത, രതീഷ് വേഗ കൂടി നമുക്കൊപ്പം ലാലിസം. ഇതെല്ലാം തൃശ്ശൂരിന്റെ സ്വന്തം മുത്തുകളാണ്. അപ്പൊ രതീഷ്, വിനീത നേരത്തെ നമ്മളോട് ഒരു ചെറിയ പാട്ട് പാടി തുടങ്ങിയപ്പോൾ നമ്മൾ കണിമംഗലം ശാസ്താവിന്റെ അടുത്തേക്ക് പോയി. വിനീത, നമുക്ക് അതൊന്ന് മുഴുവിപ്പിക്കണമെന്നുണ്ടല്ലേ? അതൊന്ന് മുഴുവിപ്പിച്ചാലോ? അല്ല, പാട്ടുകാരുണ്ട്, അതുകൊണ്ട് രണ്ടുപേരും കൂടെ ഉള്ളപ്പോൾ പിന്നെ മുഴുവിപ്പിക്കാൻ എളുപ്പമാണല്ലോ. ഞാനും വരാം തൃശ്ശൂർ പേരൂർ പൂരം കാണാൻ, ഞാനും വരാം തൃശ്ശൂർ പേരൂർ പൂരം കാണാൻ. പൂരമെനിക്കൊന്ന് കാണണം കാന്ത, പൂരമെനിക്കൊന്ന് കാണണം കാന്ത, പൂരമതിയിലൊന്ന് കൂടണം കാന്ത, പൂരമതിയിലൊന്ന് കൂടണം കാന്ത, പൂരമെനിക്കൊന്ന് കാണണം കാന്ത, പൂരമതിയിലൊന്ന് കൂടണം കാന്ത, കാന്ത ഞാനും വരാം തൃശ്ശൂർ പേരൂർ പൂരം കാണാൻ. തിമിലയെനിക്കൊന്ന് കാണണം കാന്ത, തിമിലയെനിക്കൊന്ന് കാണണം കാന്ത, തിമിലയിലെനിക്കൊന്ന് കൊട്ടണം കാന്ത, തിമിലയിൽ എനിക്കൊന്ന് കൊട്ടണം കാന്ത, തിമിലയെനിക്കൊന്ന് കാണണം കാന്ത, തിമിലയിലെനിക്കൊന്ന് കൊട്ടണം കാന്ത, കാന്ത ഞാനും വരാം തൃശ്ശൂർ പേരൂർ പൂരം കാണാൻ. രതീഷ്, നിങ്ങളുടെ തൃശ്ശൂർ പൂരം കഴിഞ്ഞതിന് ശേഷം അടുത്ത പരിപാടി തുടങ്ങുകയാണ് അല്ലേ? അതെ 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 അതെ. രതീഷ് മിസ്സാവുന്ന ഒരു ഗായകണ്ട്, ആരാന്നറിയോ? നമ്മുടെ ദീഷ്. ഞങ്ങള് എത്രയോ വർഷമായിട്ട് സുഹൃത്തുക്കളാണ്. ഒരുപാട് കാലമായിട്ട് അറിയാവുന്നതാണ്. മിക്കവാറും എന്റെ രതീഷിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂരത്തിന്റെ കാഴ്ച എന്താ? എനിക്ക് കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടമാറ്റം തന്നെയാണ്. എനിക്ക് കാഴ്ച എന്ന് പറയുന്നത് കുടമാറ്റമാണ്. കേൾവി എന്ന് പറയുന്നത് തെക്കോട്ടിറക്കം കഴിഞ്ഞിട്ട് രണ്ട് ഭാഗക്കാരും മുഖാമുഖം നിന്ന് ഓരോ മിനിറ്റ് വെച്ചുകൊണ്ട് കൊടകൾ മാറ്റി 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 പിടിക്കണ കുടമാറ്റം. അതെ അതെ, നിറങ്ങളുടെ ഉത്സവം. അതെ, നിറങ്ങളുടെ ഉത്സവം. അതെ, ശരിക്കും ഒരു ആഘോഷ കടലാണ് ശരിക്കും അത്. സംഗീത സംവിധായകൻ എന്ന നിലയിലും ഇത് ഈ കലാരംഗത്ത് തന്നെ കുറച്ച് കൂടുതൽ രംഗങ്ങളിലേക്ക് കൂടി ചൂടുവയ്ക്കാൻ കൂടി ശ്രീ രതീഷ് വേഗ ശ്രമിക്കുന്നുണ്ട് എന്നറിയാം. അതേ ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് പറയാൻ എന്തെങ്കിലും സാധ്യതകളുണ്ടോ? അല്ല, ഒരു സംവിധായകനാകുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് കുടമാറ്റം കൂടുതലല്ലേ, ദൃശ്യ ഭംഗിക്ക് കൂടുതൽ സാധ്യതകളുണ്ട്. അതാണ്, അതായത് അദ്ദേഹം ഒരുപാട് വർഷങ്ങളായിട്ടുള്ള സുഹൃത്താണ്. ഒരുപാട് സഹായങ്ങളും സൗഹൃദങ്ങളിൽ തന്നെ നമുക്ക് നല്ല നല്ല സപ്പോർട്ടുകൾ വേണമല്ലോ. ബന്ധമാണ് ശരി. അത് കഴിഞ്ഞ് പുള്ളി ഇതേ തൃശ്ശൂർ പൂരം മൂവി, അതൊക്കെ ഒരു വലിയ സംഭവമായിരുന്നു. അതൊക്കെ ഈ വടക്കുന്നാഥിൽ സ്ഥിരം വന്ന് ഇതിന്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞ് ഇതൊക്കെ അദ്ദേഹം അതിനുശേഷം ജോലിയിൽ നിന്ന് അപ്പുറത്ത് നിന്നിട്ട് അദ്ദേഹമൊക്കെ കുറെ സമയം ചെലവഴിക്കുന്നതും ഇപ്പൊ നമ്മളിപ്പോ ഞാൻ പുതിയ സിനിമ ചെയ്യുന്ന അല്ലെങ്കിൽ വളരെ അടുത്ത് നിൽക്കുന്ന സുഹൃത്തുക്കളും സപ്പോർട്ടായിട്ട് നമുക്കുള്ളത്. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചും ഈ IT ഫീൽഡിൽ നിന്നൊക്കെ മാറി നമുക്ക് വേറൊരു റിലാക്സേഷനുമാണ് സിനിമ എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങളൊരു തൃശ്ശൂർ കൂട്ടായ്മയുണ്ട്. ഇവിടെ നിന്ന് ഈ വടക്കുന്നാഥിന്റെ മുമ്പിൽ നിന്നാണ് ഞങ്ങളെല്ലാവരും തുടങ്ങിയത്. അതിൻ്റെയൊക്കെ ഒരു വലിയ വടക്കുന്നാഥിന്റെ അനുഗ്രഹം ജീവിതത്തിൽ എന്നും പ്രതീക്ഷിക്കുന്നത്. വിനീത, ഇവര് കൃത്യം തൃശ്ശൂരുകാരാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് കുറച്ച് ഇപ്പം മധുവേട്ടനതാണ്, ഇവരൊക്കെ തൃശ്ശൂർക്ക് കുറച്ചൊരു ഇന്നത്തെ ഒരു ലെവൽ ഇത്തിരി കൂടുതലാണ്. കാരണം എന്താ പറയുക, ഈ മറ്റ് ജില്ലക്കാർക്ക് ചിലരൊക്കെ ഇതിനൊപ്പം ചേരും, മറ്റു ജില്ലക്കാർക്ക് പക്ഷെ മിസ്സാവണം എന്തോ ഒരു സംഭവം തൃശ്ശൂർക്കാർക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ പൂരമായിട്ട് വന്നിട്ട് അതെല്ലാവർക്കും അങ്ങ് നമുക്ക് പിടിക്കാൻ പറ്റില്ല അല്ലേ? അതെ, തീർച്ചയായിട്ടും. പക്ഷെ മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ ഇപ്പോൾ എല്ലാവരും വന്നു തുടങ്ങി. നമുക്ക് ആദ്യം ഇത് തൃശ്ശൂരുകാരുടെ ഒരു പൂരമായിരുന്നു, പക്ഷെ ഇപ്പം എല്ലാ നാട്ടുകാരുടെ ഒരു പൂരമാണ്. തൃശ്ശൂർ പൂരം ആവാൻ വേണ്ടി എന്നോടിപ്പം പേഴ്സണലി കുറേ പേര് വിളിക്കുക, കാണാൻ പറ്റുമോ, എങ്ങനെ വന്നാൽ പാസ് കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ തൃശ്ശൂർ ഇപ്പോൾ അതെ അതെ. പിന്നെ ഇതിൻ്റെ കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കാണുമ്പോഴാണ് ശരിക്കും തൃശ്ശൂർ പൂരം അത് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പം ഇപ്പം പിന്നെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളത് കൊണ്ട് ഇതൊന്നും അറിയാനൊന്നും ഒരു പാടുമില്ല. അപ്പോൾ
ഇതിപ്പോ തൃശ്ശൂർക്കാരുടെ അല്ല, എല്ലാവരും അത് അപ്പൊ എല്ലാവരും ഏറ്റെടുത്ത് നമുക്ക് എല്ലാവർക്കായിട്ട് വീണ്ടും ഒരു പാട്ട് വേണം. എന്നോട് പറയുന്നു പാട്ട് വേണം പാട്ട് വേണം. അപ്പൊ സംഗീത സംവിധാനം പാട്ടുകാർ നിൽക്കുമ്പോൾ നമുക്ക് ഭർത്താരം അതേ പറഞ്ഞാലേ പ്രശ്നം. ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ ജില്ലയെ പറഞ്ഞപ്പം ഞാൻ ശരിക്കും കോട്ടയം പൂഞ്ഞാറുകാരനാണ്. അതെയോ? ഇവിടെ വന്നാണ് ഈ പൂരം കണ്ട് ഇതിന്റെ ആവേശം കയറി. പിന്നെ ഞാൻ ബോംബെയിൽ 5 വർഷം ഉള്ളപ്പോഴും ഫ്ലൈറ്റ് പിടിച്ച് പൂരത്തിന് ഇവിടെ വരുമായിരുന്നു. അപ്പോഴും ഈ ഒരു കണക്ഷൻ വിട്ട് തൃശ്ശൂര് വെച്ചാൽ വൈഫ് വാമഭാഗം തൃശ്ശൂരാണ്, പകുതി തൃശ്ശൂരാണ്. അതുകൊണ്ട് തൃശ്ശൂർ അല്ലാന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഞാൻ കോട്ടയം പൂഞ്ഞാറുകാരനാണ് അടിസ്ഥാനപരമായിട്ട്. 2 കോട്ടയക്കാരാണ്. അപ്പൊ പാട്ട് ഏതാണ്? വിനീതയും ശ്രീ രതീഷ് വൈകി. അപ്പൊ രണ്ടുപേരും കൂടെ തൃശ്ശൂരിന്റെ പൊലിമയാണോ? ഏതായാലും നിങ്ങളുടെ ഇഷ്ടം. ഈ പ്രദക്ഷിണ വീഥികൾ ഇടറിവിണ്ട പാതകൾ ഇന്നും ഹൃദയ സംഗമത്തിൻ ശിവേലികൾ തൊഴുതു. ഈ പ്രദക്ഷിണ വീഥികൾ ഇടറിവീണ പാതകൾ എന്നും ഹൃദയ സംഗമത്തിൽ ശിവേലികൾ തൊഴുതു. കണ്ണുകളാൽ അർച്ചന, മൗനങ്ങളാൽ കീർത്തനം, എല്ലാം അറിയും നീ ഗോപുരവാതിൽ. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥന്റെ മുൻപിൽ. പാടുവതും രാഗം നീ, തേടുവതും രാഗമ, ദേവനുമനുരാഗിയാം അമ്പലപ്രാവേ. അങ്ങനെ എന്ത് പറഞ്ഞാലും വടക്കുന്നാഥന് മുന്നിൽ നിന്ന് പാട്ടുകൾ ഒരുപാടുണ്ടായി, സിനിമകൾ ഒരുപാടുണ്ടായി, സൗഹൃദങ്ങൾ എനിക്കാണെങ്കിൽ പൂരത്തിന് ഇപ്പോൾ മധുവേട്ടൻ വന്നു കഴിഞ്ഞാൽ മധുവേട്ടനെ പലരും ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകും. കാരണം പൂരത്തിനാണ് മധുവേ എന്ന് പറഞ്ഞിട്ട് വിളിച്ചോണ്ട്. അപ്പോൾ ഈ എല്ലാത്തിൻ്റെയും ഒരു സംഗമ വേദിയായിട്ടാണ് മാറുന്നത്. അപ്പോൾ